നടൻ അക്ഷയ് കുമാറിന്റെ മകളോട് നഗ്ന ഫോട്ടോ ആവശ്യപ്പെട്ട സംഭവത്തിൽ മുംബൈ പോലീസ് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. ഓൺലൈൻ ഗെയിമിംഗിനിടെയാണ് 13-കാരിയോട് അജ്ഞാതൻ നഗ്ന ഫോട്ടോ ആവശ്യപ്പെട്ടത്. സംഭവം അക്ഷയ് കുമാർ തന്നെയാണ് കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീനാഥ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പരസ്യമായി പറയാനും തുടർന്ന് നിയമ നടപടിക്ക് പോകാനും താരം തയ്യാറായതിപ്പോൾ ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വിവരങ്ങൾ എല്ലാം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഈ കേസ് പ്രധാനപ്പെട്ടതാണ്. അതിലൊന്ന് സൈബർ രംഗത്തുണ്ടാവുന്ന തട്ടിപ്പുകളും ഇതുപോലെയുള്ള അതിക്രമങ്ങളുമാണ്. അത്തരം കേസുകളുടെ എണ്ണം വലിയ ബാഹുല്യം അതിൽ ഉണ്ടാവുന്നുണ്ട്. അതിലൊക്കെ എത്രത്തോളം നടപടി ഉണ്ടാവുന്നു എന്ന കാര്യത്തിൽ പലർക്കും സംശയം ഉണ്ടാവാറുണ്ട്. അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വിവരമാണ് അങ്ങനെ ഉണ്ടായ ഒരു കേസിൽ മുംബൈ പോലീസ് ഒരു നിർണായകമായ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രണ്ടാമത്തേത്, ഇത്തരം സൈബർ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പകച്ചു നിൽക്കാതെ നിയമപരമായ നടപടികളിലേക്ക് മുന്നോട്ട് ഇറങ്ങണം ഇരകൾ എന്നുള്ളതാണ് അക്ഷയ് കുമാർ തന്നെ ഒരു മാതൃകയെ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഈ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണ പരിപാടിയിൽ മുംബൈ പോലീസ് നടത്തിയ ചടങ്ങിനിടെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അക്ഷയ് കുമാർ തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം തുറന്നു പറഞ്ഞത്. തന്റെ 13 വയസ്സുള്ള മകൾ ഓൺലൈൻ ഗെയിം കളിക്കുന്നതിനിടെയാണ് അതിലുണ്ടായിരുന്ന അജ്ഞാതനായ ഒരു വ്യക്തി പെൺകുട്ടിയാണോ എന്ന് ചോദിക്കുന്നു. പിന്നാലെ വിവസ്ത്രയായ ഫോട്ടോ ആവശ്യപ്പെടുകയായിരുന്നു. പെട്ടെന്ന് തന്നെ കുട്ടി അത് അവസാനിപ്പിച്ച് അമ്മയോട് വിവരം പറയുകയും ചെയ്തു എന്നതാണ് അക്ഷയ് കുമാർ പറഞ്ഞത്. അതിലാണ് ഇപ്പോൾ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ആദ്യ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നു എന്നതാണ് പോലീസ് പറഞ്ഞത്. മറ്റു വിവരങ്ങൾ, പ്രതിയുടെ പശ്ചാത്തലം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത പോലീസ് നൽകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി ശ്രീനാഥ്, സൈബർ കേസുകളിൽ പരാതിക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.